ഫേസ് 2 എഞ്ചിനീയറിംഗ് കീം ഫേസ് 2 അലോട്ട്മെൻറ്റ് ഇപ്പോൾ വരാനിരിക്കുകയാണെന്ന് നമുക്കറിയാം. 19-ാം തീയതി പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ് വരുന്നു, 20-ാം തീയതി ഫൈനൽ ഫേസ് 2 എഞ്ചിനീയറിങ്ങിൻ്റെ വരുന്നു. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ചെറിയ എക്സ്പെക്റ്റേഷൻ സെറ്റിങ്ങിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ ഒരു ചിത്രം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കാര്യം പിടികിട്ടും. വേറെ ഒന്നുമല്ല, 2023 നമ്മൾ റീവൈൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കീമിൻ്റെ എഞ്ചിനീയറിംഗ് ഫേസ് 1 അലോട്ട്മെൻറ്റ് വന്ന് 27-ാം തീയതി ജൂലൈ ആണ്. അപ്പോൾ അതിന് മുമ്പ് തന്നെ VIT, അമൃത, ജോസ്, NIT, IITകൾക്കുള്ള ബിറ്റ്സ്, CSAB എന്ന് പറഞ്ഞ് ജോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുന്ന NITസിലും IITസിലും NITസിൽ പ്രൈമറിലി വരുന്ന, അതുപോലെ തന്നെ IIITസിൽ പ്രൈമറിലി വരുന്ന സ്ട്രേ വേക്കൻസി ഫില്ല് ചെയ്യുന്ന ചെറിയൊരു പ്രോസസ്സാണ് CSAB. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്ന ആ സമയം കൊണ്ട് 2024 നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ 2024 കഴിഞ്ഞ് ഞാൻ കീ ഡേറ്റുകൾ ഇവിടെ കുറിച്ചിട്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും നടന്ന സമയങ്ങളെല്ലാം. നമ്മളിവിടെ ഒരു പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഫേസ് 2 കഴിഞ്ഞ വർഷം 27-ാം തീയതി ജൂലൈ ഫേസ് 1 ശേഷം കീമിൻ്റെ എഞ്ചിനീയറിംഗ് ഫേസ് 2 അവർ പബ്ലിഷ് ചെയ്തത് 11-ാം തീയതി ഓഗസ്റ്റാണ്. അതിനിടയ്ക്ക് എന്തൊക്കെ സംഭവിച്ചു നിങ്ങൾ ഈ ഒരു സർക്കിളിൽ നോക്കി അറിയാൻ പറ്റും. ഐസറിൻ്റെ ഒരു ഫൈനൽ റൗണ്ട് അതിനിടയ്ക്ക് നടന്നു. മെഡിക്കലിൻ്റെ ഫേസ് 1 MBBS BDSലേക്കുള്ള അലോട്ട്മെൻറ്റുകൾ ഓഗസ്റ്റ് 3-ാം തീയതി സംഭവിച്ചു. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റി പോലെയുള്ള സ്ഥാപനങ്ങളിൽ അവിടെ മെയിൻ കോളേജുകളിലേക്കുള്ള ഒരുപാട് അലോക്കേഷൻസ് ഈ 8-ാം തീയതി ഓഗസ്റ്റ് 2023 നടന്നു. അതിന് ശേഷമാണ് എഞ്ചിനീയറിങ്ങിൻ്റെ ഫേസ് 2 വന്നത്. മനസ്സിലായോ? പക്ഷെ നിങ്ങളിവിടെ നോക്കൂ, 2024 സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയാം 7-ാം തീയതി ഓഗസ്റ്റാണ് കീമിൻ്റെ എഞ്ചിനീയറിങ്ങിൻ്റെ ഫേസ് 1 വന്നത്. ഇപ്പോൾ 20-ാം തീയതി ഓഗസ്റ്റാണ് അവർ ഫേസ് 2വിൻ്റെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ 7-നും 20-ാം തീയതിക്ക് നടക്കാൻ പോകുന്നത്? കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ ശ്രദ്ധ. ഞാൻ അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് കൊണ്ടുവരികയാണ്. ഐസറിൻ്റെ ഒരു ഫൈനൽ റൗണ്ട് ചെറിയ തോതിൽ അല്പസ്വല്പം സീറ്റുകൾ, അതുപോലെ തന്നെ ബിറ്റ്സിൻ്റെ ഫൈനൽ റൗണ്ട് 15-ാം തീയതി കഴിഞ്ഞു. CSABൻ്റെ ഒരു ഫൈനൽ റൗണ്ട്, അതിന് സൂപ്പർ ന്യൂമറി റൗണ്ട് എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത്. വളരെ നിസ്സാരമായിട്ടുള്ള സീറ്റുകളിലേക്കുള്ള ചെറിയ മാറ്റങ്ങൾ. ഇതല്ലാതെ വേറെ ഒന്നും സംഭവിക്കുന്നില്ല 7-ാം തീയതിയും 20-ാം തീയതി ഓഗസ്റ്റും തമ്മിൽ. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളോടും പാരൻസിനോടും, നിങ്ങൾ ഈ അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ തുറന്നു നോക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോകരുത്. അയ്യോ, എനിക്ക് ഓപ്ഷൻസ് ഒന്നും മാറിയില്ലല്ലോ, എൻ്റെ ലാസ്റ്റ് റാങ്കിൽ ഒരുപാട് ബ്രാഞ്ചുകളുടെ ഒന്നും വന്നില്ലോ. നിങ്ങൾ നിരാശപ്പെടരുത്. കാരണം എക്സ്പെക്റ്റേഷൻ അങ്ങനെയാണ്. ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും കണക്കുകൂട്ടൽ. അത് നിങ്ങളിലേക്കൊന്ന് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. പക്ഷേ ഫേസ് 2 കഴിഞ്ഞാൽ മെഡിക്കലിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്ന സ്കെഡ്യൂൾ അനുസരിച്ച് 23-ാം തീയതി ഓഗസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വർഷം ഫേസ് 1-നും 2-ൻ്റെ ഇടയിലാണ് നടന്നത്. ഇത് നടക്കാൻ പോകുന്ന ഫേസ് 2-ൻ്റെയും 3-ൻ്റെ ഇടയിലാണ്. അതുപോലെ തന്നെ CUETയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓഗസ്റ്റ് അവസാനത്തോട് കൂടിയിട്ടാണ് അവരുടെ അലോട്ട്മെൻറ്റുകളിലൊക്കെ ഒരു തീരുമാനമാവാം. പിന്നെ നമ്മുടെ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞിരിക്കുന്നത് മെഡിക്കലിൻ്റെ ഫേസ് 2 അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത് 13-ാം തീയതി സെപ്റ്റംബർ എന്നാണ്. അപ്പോൾ ഈ നീറ്റ് സംബന്ധമായിട്ട് ഒരുപാട് ഡിലേ ഈ വർഷം വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, നീറ്റിൻ്റെ റീ റിസൾട്ട് അങ്ങനെ ഒരുപാട് റിസൾട്ടുകൾ വന്നു. അപ്പോൾ അവരുടെ കൗൺസിലിംഗ് പ്രോസസ്സ് ഡിലേ വരുന്നത് കൊണ്ടാണ് ഈ കീം എഞ്ചിനീയറിങ്ങിൻ്റെ അലോട്ട്മെൻറ്റുകളിൽ വാക്കൻസികൾ വരാനായിട്ടുള്ള അതിലും ഡിലേ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലാസ്റ്റ് റാങ്കിൽ മാറ്റങ്ങൾ വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നതിന് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഫേസ് 3 വരെ കാത്തിരിക്കേണ്ടതായിട്ട് വരും. ഏറെക്കുറെ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷം തമ്മിൽ ഫേസ് 3 കഴിയുമ്പോഴുള്ള ലാസ്റ്റ് റാങ്കിന് ഒരുപാട് മാറ്റങ്ങൾ വരാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നമ്മുടെ കണക്കുകൂട്ടൽ. കാരണം എങ്ങനെയാണ് സാധ്യത വരാം? ഒന്നുകിൽ ഈ വർഷം ഒരുപാട് സീറ്റുകൾ കൂട്ടിയിരിക്കണം, അതല്ലെങ്കിൽ ഈ വർഷം NITയിലേക്ക് IITകളിലേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം കൂടണം. അപ്പോൾ അതൊന്നും കാര്യമായിട്ട് വലിയ മാറ്റങ്ങൾ 2024-23 അപേക്ഷിച്ചില്ല. പിന്നെ ഒരുപാട് ബ്രാഞ്ചുകൾ, അട്രാക്റ്റീവായിട്ടുള്ള ബ്രാഞ്ചുകൾ വരണം. അത് ഇപ്പോൾ ചെറിയ തോതിൽ ഇപ്പോൾ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള സ്ഥാപനങ്ങൾ, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, അങ്ങനെ ചെറിയ തോതിലാണ് 50-60 സീറ്റോടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങൾ, ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. പക്ഷെ കഴിഞ്ഞ തവണത്തെ പോലൊക്കെ തന്നെയായിരിക്കും കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഒരുമാതിരിപ്പെട്ട നല്ല കോളേജുകളിലും അതുപോലെ തന്നെ ഇലക്ട്രോണിക്സ് അതുപോലത്തെ ബ്രാഞ്ചുകളിലൊക്കെ ലാസ്റ്റ് റാങ്ക് പോകാനായിട്ട് നമുക്ക് തോന്നുന്നത്.
അപ്പോൾ അത് നിങ്ങൾ ഒരുപാട് ഡിസപ്പോയിൻറ്റഡ് ആവേണ്ട കാര്യമില്ല. കാരണം ഏകദേശം ഫേസ് 2 വന്നില്ലെങ്കിലും ഫേസ് 3 വരുമ്പോഴേക്കും നിങ്ങൾക്കത് എക്സ്പെക്റ്റ് ചെയ്യാം എന്ന് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു റാങ്ക് ഓഫ് ലാസ്റ്റ് ഇയർ ഏറെക്കുറെ അതിനോട് വലിയ സീറ്റുകളുള്ള ബ്രാഞ്ചുകളിൽ, ഇപ്പോൾ ചെറിയ ചെറിയ ബ്രാഞ്ചുകളിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യതിയാനങ്ങൾ, പക്ഷേ വലിയ തോതിൽ കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള ബ്രാഞ്ചുകളിൽ കഴിഞ്ഞ 2023 വെച്ചിട്ട് നോക്കുമ്പോൾ 2024 ഫൈനൽ ഫേസ് 3 കഴിയുമ്പോൾ ലാസ്റ്റ് റാങ്കിന് വലിയ വ്യത്യാസങ്ങൾ വരില്ല. പക്ഷേ ഫേസ് 2 നിങ്ങൾ ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്യരുത് എന്നൊരു റിക്വസ്റ്റ് ഉണ്ട്. ഇനി മറ്റൊരു കാര്യം ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ വർഷം AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻസ് ടു കോളേജസ് 15 സെപ്റ്റംബർ ആണെന്ന്. കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ അവർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാം അത് ലേറ്റർ ഓൺ ഇറ്റ് ഗോട്ട് ചേഞ്ച് ടു 30th ഒക്ടോബർ. ഈ വർഷവും 99.9% ആ ഒരു സംഭവം നടക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം വേറൊന്നുമല്ല, വേക്കൻസികളിലേക്ക് സീറ്റുകൾ ഫില്ല് ചെയ്യാനായിട്ട് ഇനിയും സമയമെടുക്കും. 15 സെപ്റ്റംബറിനുകൊണ്ട് എല്ലാ അഡ്മിഷൻസും ക്ലോസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് മെഡിക്കൽ നീറ്റിൻ്റെയും അങ്ങനത്തെ അലോട്ട്മെൻറ്റുകളൊക്കെ മറ്റുള്ള കോഴ്സുകളിലേക്കൊക്കെ പോകുന്നതിൻ്റെ ഡിലേ നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും. ഇനിയിപ്പോൾ മറ്റൊരു ചോദ്യം എൻജിനീയറിങ്ങിൻ്റെ ഫേസ് 3 എന്ന് വരുമെന്നുള്ളതാണ്. അപ്പോൾ എൻജിനീയറിങ്ങിൻ്റെ ഫേസ് 3 ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല. എൻജിനീയറിങ്ങിൻ്റെ ഫേസ് 3 ശേഷമായിരിക്കാം മെഡിക്കലിൻ്റെ ഫേസ് 3 വരുന്നത്. മെഡിക്കലിൻ്റെ ഫേസ് 3 ഡേറ്റ് എല്ലാം ഇപ്പോൾ ക്ലാരിറ്റി ഉണ്ട്. കഴിഞ്ഞ വർഷവും എൻജിനീയറിങ്ങിൻ്റെ ഫേസ് 3 ശേഷമാണ് മെഡിക്കലിൻ്റെ ഫേസ് 3 വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രോസസ്സിൽ വലിയ മാറ്റം വരാൻ സാധ്യതയില്ല. പക്ഷേ സ്പോട്ടിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ വരുമ്പോൾ ഇഗ്നോർ ചെയ്യരുത്. ഇത്തവണ എനിക്ക് തോന്നുന്നു സ്പോട്ടിൽ കുറേയും കൂടെ വാക്കൻസികൾ വരാനും അത് ഫില്ല് ചെയ്യാനുമുള്ള സാധ്യത സ്പോട്ടിൽ കാണുന്നുണ്ട്. സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഉത്തരവുകൾ സെൻട്രലൈസ്ഡ് ആയാലും അല്ലെങ്കിൽ അതാത് കോളേജുകൾ പുറപ്പെടുവിക്കുന്ന നോട്ടിഫിക്കേഷൻസ് ആയാലും മിസ്സ് ചെയ്യാതെ നോക്കണം. പക്ഷേ പ്രധാനമായിട്ട് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം ഫേസ് 2 നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കാരണങ്ങളും നമ്മൾ കുറച്ച് മുമ്പ് സംസാരിച്ചിരുന്നു. താങ്ക് യു സോ മച്ച്.